നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സർവ്വ ഐശ്വര്യദായിനിയായ ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്ന നവരാത്രി ഉത്സവത്തിൻ്റെ 2ാം ദിവസം ദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു. ഇടത് കൈയിൽ കമണ്ഡലവും വലത് കൈയിൽ ജപമാലയും ഏന്തി ശുഭ്രവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവഭഗവാന്റെ പത്നിയാകാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്തു. കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു എന്നാണ് ഐതിഹ്യം. വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് 2ാം ദിവസത്തെ ദേവി ഉപാസന എന്നാണ് പഴമക്കാർ പറയുന്നത്. അതായത് എത്ര നന്നായി പരീക്ഷ എഴുതിയാലും ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് കിട്ടാതിരിക്കുക, പഠിക്കാൻ ഏകാഗ്രത ലഭിക്കാതിരിക്കുക, പരീക്ഷാ പേടി, പരിഭ്രമം മുതലായ പ്രശ്നങ്ങളെല്ലാം അകലുന്നു. വിജയവും ജ്ഞാനവും അറിവും കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു. വിദ്യാർത്ഥിക്ഷേമം കൂടാതെ കടങ്ങളിൽ നിന്നുള്ള മോചനം, ഉപകരണങ്ങൾ പ്രയോഗിക്കുന്നതിലുള്ള സാമർഥ്യം എന്നിവയും ബ്രഹ്മചാരിണി ദേവി പൂജയിലൂടെ ഫലമായി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മചാരിണി ദേവിയുടെ ഗ്രഹം ചൊവ്വയാണ്. ഇനി പറയുന്ന മന്ത്രങ്ങൾ ബ്രഹ്മചാരിണി ദേവി പ്രീതിക്കായി ജപിക്കാവുന്നതാണ്. ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമഃ. ദധാനാകര പദ്മാഭ്യാമക്ഷമാലാകമണ്ഡലു ദേവി പ്രസീദതു മയീ ബ്രഹ്മചാരിണ്യനുത്തമാ. യാ ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരിണീ രൂപേണ സംസ്ഥിതാ. നമസ്തസ്യേ 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 നമോ നമഃ. ഈ മന്ത്രങ്ങൾ ഭക്തിപൂർവം ബ്രഹ്മചാരിണി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കുക. ബ്രഹ്മചാരിണി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.